Hi students. So ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. സോ നമ്മുടെ അടുത്തൊരു ചാപ്റ്ററിന്റെ പേരാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്, അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. സോ നമുക്ക് പതിയെ നോക്കാം. കുറച്ചുകൂടി ലിറ്റിൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ, ഇൻ റിയൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ജേർണൽ എൻട്രീസും അതുപോലെ തന്നെ ലെഡ്ജർ തുടങ്ങിയുള്ള ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ആക്ച്വലി. അതെന്തിനാണ് നമ്മൾ അതിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക കമ്പനിയുടെ അവസ്ഥ, കമ്പനി ഓക്കെയാണ്, കമ്പനിക്ക് എത്രത്തോളം എന്താ പറയുക ഡെപ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്ത്. അപ്പൊ നോക്കി എന്തൊക്കെയാണ്, അപ്പൊ കുറച്ചുകൂടെ ലിറ്റിൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻസ്. എന്തിനാണ് അവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഓക്കെ, ഒന്നാമത്തെ കാര്യം. സോ രണ്ടാമത്തത്, ക്ലാസിഫൈ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതൊരു സെക്ഷൻ, പിന്നെ ബാലൻസ് ഷീറ്റ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കാര്യം. പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരസ്പരം മാറി ഉപയോഗിക്കുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. സോ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന എന്താണ്, റവന്യൂ റെസിപ്റ്റ്സ് എന്ന കാര്യങ്ങൾ. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എക്സ്പ്ലെയിൻ ദ പേർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? Draw the format of trading and profit and loss account, prepare balance sheet-ന്റെ preparation. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ തുടർന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1, അടുത്തൊരു ചാപ്റ്റർ ഫൈനാൻഷ്യൽ 2, NPO, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് NPO, അക്കൗണ്ട്സ് ഫ്രം ദ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്. സോ ഇത്രയും വരുന്ന ഒരു മേജർ സെക്ഷൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നതിന്റെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണെന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ഉള്ളത് കമ്പനീസാണ്. ആ കമ്പനീസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ആ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങി. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ, ഇൻട്രൊഡക്ഷൻ മുതലേ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എന്താ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്. എന്തിനാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഒബ്ജക്റ്റീവ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ദാറ്റ് പ്രിപ്പയർ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരിയഡ്. ഒരു അക്കൗണ്ടിംഗ് പീരിയഡിന്റെ എൻഡിലാണ് സാധാരണ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്, 31 മാർച്ച് 2000 ഏതാണ് വർഷം. ഇപ്പോഴത്തെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ത് ചെയ്യുക, 31 മാർച്ച് 2025 ഈ ഫൈനാൻഷ്യൽ ഇയർ കഴിയും, വിച്ച് ഈസ് ജനറലി 1 ഇയർ. സാധാരണ എന്താ ഓരോ കൊല്ലം ഉണ്ടാക്കാം. ദിസ് ഇൻക്ലൂഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിൽ എന്തൊക്കെ വരുന്നത് നമ്മൾ വഴി പറയാം. ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലൻസ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാരാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ, ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് കമ്പനിയുടെ പൊസിഷൻ ആണെങ്കിൽ അത് ഏതിലോട്ട് നോക്കാം, ബാലൻസ് ഷീറ്റിലേക്ക്. പക്ഷെ കമ്പനിക്ക് എത്ര വരുമാനം ഉണ്ട് നോക്കാൻ എവിടെ നോക്കാം, ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? സോ നോക്കിക്കോ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞു, ആൾറെഡി 2 തരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് താഴെ പറയുന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ ഓരോന്ന്. ഫസ്റ്റ്, അസർട്ടൈൻ ദ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. എടാ നമ്മൾ ബിസിനസ് നടത്തുന്നത് എന്താ, ക്ലാരിറ്റി ചെയ്യാനാണ്. എടാ നമ്മൾ എന്താ പറയാ, ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് എന്നാ പറയാ, നമ്മൾ ബിസിനസ് നടത്തുക പ്രോഫിറ്റ്. അപ്പൊ നോക്കിക്കോ, നമ്മൾ ബിസിനസ് നടത്തിയോണ്ട് നമുക്ക് വല്ല കാര്യം ഉണ്ടായിക്കോ നമുക്കറിയണ്ടടാ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പൊ എന്താ റിസൾട്ട് കിട്ടാൻ, റിസൾട്ട് കിട്ടുക. അസർട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നിശ്ചയിക്കുക. എന്ത് നിശ്ചയിക്കുക? റിസൾട്ട് എത്രത്തോളം ബിസിനസ് ഓപ്പറേഷൻ ബിസിനസ് നടത്തിയിട്ട് നമുക്ക് കിട്ടി. എന്താണ് നമുക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ. എവറി ബിസിനസ് മാൻ വാണ്ട് ടു നോ റിസൾട്ട് ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ ഇന്റർഫേസ് ഡ്യൂറിംഗ് ദ പെർട്ടിക്കുലർ പീരീഡ്. ഓരോ ബിസിനസ് മാനും അറിയണടാ ഓരോ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര ഉണ്ടാക്കി എന്നുള്ളത് അറിയണ്ടേ. ഓർ ലോസ് അല്ലെങ്കിൽ ലോസ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, സർവീസ് സോഴ്സ്, അതുപോലെ തന്നെ അസർട്ടൈൻ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ. ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഇപ്പൊ സമ്പത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയണ്ടേ. യെസ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് കൺസേൺ എ പെർട്ടിക്കുലർ ഡേറ്റ് വിച്ച് ഈസ് ജനറലി ലാസ്റ്റ് ഡേറ്റ് ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ്. ഫൈനാൻഷ്യൽ ഷോ the financial position of the business which is concerned on a particular date. In a particular date ഉള്ളത് which is generally the last date of അങ്ങനല്ലേ. എന്നാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്? കണക്കാക്കുക ഏതെങ്കിലും ഒരു ദിവസമാണല്ലോ. ആ ദിവസം നമ്മൾ എന്നാണ് കണക്കാക്കുന്നത്? 31 മാർച്ച്. അതായത് നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ 1 to 31 മാർച്ചാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. കലണ്ടർ ഇയർ ആണ് ജനുവരി 31 മാർച്ച്. Source of information. Information source എന്താ? Financial statements constitute an important source of information regarding the finance of a business until it has it. Okay. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഫൈനാൻസ് ആണ്. എത്രത്തോളം ഫൈനാൻസ് സ്ട്രോങ് ആണ്, എത്രത്തോളം കമ്പനിക്ക് അതിന്റെ ഫൈനാൻസ് നമ്മുടെ ഫൈനാൻസ് പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എത്രത്തോളം എന്താ പറയാ ഫൈനാൻഷ്യലി സ്ട്രോങ് ആണ് കമ്പനി പൊളിയാൻ ചാൻസ് ഉണ്ട്, കമ്പനിക്ക് ഭാവിയിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്, കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ നമ്മുടെ ലയബിലിറ്റീസ്, നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും എന്നതൊക്കെ എവിടെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ബാലൻസ് ഷീറ്റിലോട് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും ആര്, നമ്മുടെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും. അടുത്താണ് ഹെൽപ്പ് ഇൻ മാനേജർ ഡിസിഷൻ മേക്കിംഗ്. അത് പറഞ്ഞാൽ എന്താ, മാനേജർ ക്യാൻ comparative the study of possibility of a concern compromise the result of a concern ഒരു പ്രീവിയസ് മാനേജർ ഡിസിഷൻ. അപ്പോൾ എടാ നോക്കി പല പല റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു ഇതിന്റെ ബേസിൽ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാം. സോ അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിസിൽ പല പല ഡിസിഷൻസ് മാനേജേഴ്സ് ഉണ്ടാവില്ല. മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കണം. ഈ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം, ഇനി എത്ര ഗ്രോ ചെയ്യണം, ഏതൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ കൂടുതൽ നോക്കണം. ഇതൊക്കെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയതിനു ശേഷമാണ് ഇതൊക്കെ. അപ്പൊ മാനേജേഴ്സിന്, അതായത് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്ന ആളുകൾ, അപ്പൊ അവർക്ക് കൂടുതൽ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും കാര്യങ്ങൾ എളുപ്പമാകാൻ ഇതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആൻ ഇൻഡെക്സ് സോൾവൻസി ഓഫ് കൺസേൺ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൾസോ ഷോ ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം. ഓക്കെ, സോൾവൻസി എന്താ? സോൾവൻസി എന്ന് പറയണം. സോൾവൻസി എന്ന് പറയുക കപ്പാസിറ്റി ഓഫ് എ കമ്പനി. ഒരു കമ്പനിക്ക് എത്രത്തോളം എന്താ പറയാ, ഹെൽപ്പ് ദ ബിസിനസ് ആൻഡ് ബോറോയിങ് മണി ഫ്രം. സോൾവൻസി എന്ന് പറയുന്നത്, സോൾവൻസി എന്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം മേടിക്കുന്നുണ്ടാ, ഈ കടക്കെ നമ്മൾ കൊടുക്കാൻ എത്രത്തോളം തിരിച്ചടക്കേണ്ട ഈ കടക്ക്, അപ്പൊ എത്രത്തോളം ഇതിന് കാപ്പബിലിറ്റി കഴിയും. ഓക്കെ, അപ്പൊ നല്ലൊരു കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യണം, ബാങ്കൊക്കെ പെട്ടെന്ന് ലോൺ തരുന്നുണ്ട്. അവിടെ ലോണിന്റെ കാര്യം പറയാം. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും, ബാങ്കൊക്കെ എവിടെ നോക്കിയിട്ടപ്പോ നോക്കാം. ബാങ്കൊക്കെ അപ്പൊ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് കടം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ചോദിച്ചെന്താണ് പറയുക, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കാരണം ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ടാണ് അവർക്ക് ഇവർക്ക് ലോൺ കൊടുക്കണം, അതുപോലെ കൊടുക്കേണ്ടത് അവരുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലായത് ഇതിലൂടെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ 5 പോയിന്റ്. അതിന് ഇൻഡെക്സ് ഓഫ് സോൾവൻസി ആണ്. ഇൻഡെക്സ് നമ്മുടെ സൂചിക, ഇൻഡെക്സ് ആണ് സൂചിക എന്തിന്റെ? സോൾവൻസി ഓഫ് ദ കൺസേൺ. സോൾവൻസി കൊണ്ട് എത്രത്തോളം സോൾവെന്റ് ആണ്, എത്ര സ്ട്രോങ് ആണെന്ന് ഇതിന്റെ ഒരു ഇൻഡെക്സ് ആയിട്ട് ആഡ് ആക്ട് ചെയ്യുന്നുണ്ട്.
ഈ 5 പോയിന്റ് മനസ്സിലായോ? ഹെൽപ്പിംഗ് മാനേജർ ഡിസിഷൻ മേക്കിംഗ്, അസർട്ടൈഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ. സോ ഇതിലെ ഓരോ പോയിന്റ്സും അതുപോലെ തന്നെ വരും. ഇതിന്റെ താഴെ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഫൈനാൻഷ്യൽ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ്, പെർട്ടൈനിങ് ടു ഫൈനാൻസ്. ഫൈനാൻസ് എന്ന് പറഞ്ഞത് സെൻസ് ഓഫ് എന്താ പറയാ, ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ഫൈനാൻസിന് മണി ടേം, അവിടെ മണി ഇത് സഡൻലി ഇസ് എ ക്രൂഷ്യൽ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. എന്താ പറയാ, പെർട്ടൈനിങ് വിത്ത് ഫൈനാൻസ്. അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലാതെ ഇന്നത്തെ ഒരു കമ്പനികൾക്ക് മുന്നോട്ട് ചെയ്യാൻ. കാരണം അവിടെ ഫൈനാൻസ്, പൈസ ഇല്ലെങ്കിൽ ഒരു കുന്തം നടക്കില്ലടാ, അത് ഉറപ്പാണ്. മനസ്സിലായി? ബിസിനസ് ആണെങ്കിലും എവിടെയാണ്. അപ്പൊ നമ്മുടെ പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യും. പൈസ എന്ന് പറയുന്നത് ഇമോഷണൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പൈസനെ ഇതില്ലെങ്കിൽ പൈസ തോന്നും അതിലോട്ട് പോകും. That's why the importance of finance. So അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞോടാ അല്ലേ, കമ്പനിക്ക് നോക്കണം, പല പല ടൈപ്സ് ഉണ്ട്. പല പല എന്താ പറയാ, കമ്പനിക്ക് പല പല ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ഈ ഡിസിഷൻസ് എന്തിന്റെ ബേസിസിൽ എടുക്കുക? ഇപ്പൊ കമ്പനി എങ്ങനെ പോകുന്നുണ്ട് എന്നതിന്റെ ബേസിസിലുള്ള ഭാവിയിൽ ഡിസിഷൻസ് എടുക്കുക. ഇപ്പൊ കമ്പനി എങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും മനസ്സിലാവുക. ഇങ്ങനെ വെറുതെ നോക്കിയില്ല ഇതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക്. അപ്പൊ നമ്മളെ ഫെസിലിറ്റേറ്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? മാനേജേഴ്സിനെ ഡെസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആരെ ഹെൽപ്പ് ചെയ്യും? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഷോ ദ ഓപ്പറേഷണൽ പെർഫോമൻസ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്പറേഷൻ. ഇത് ശരിക്കും ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. എന്താ ബിസിനസ് ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയണം. ഇപ്പൊ നമ്മളെ സ്റ്റേഷനറി ആണെങ്കിൽ ആ സ്റ്റേഷനറി വിൽക്കുന്നതിനാണ് ഇവിടെ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷണൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിൽ എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവില്ല, അതാണ് അത് പറ്റി. ഇപ്പം എന്താ പറയാ, അതുപോലെ തന്നെ എന്താണ് ബിസിനസ്, അതിനാണ് അവിടെ ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോ ആ ഓപ്പറേഷൻ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ എന്താണോ അത് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എവിടെ മനസ്സിലാവും. നമുക്ക് കമ്പനി ഏൺ ചെയ്യുന്നുണ്ട്, ലോസ് ആണ് കമ്പനി മേക്ക് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇത് മൂന്നെണ്ണാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അടുത്തതാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. എന്താ പറയാ, നമുക്കൊന്നുകൂടെ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ. സോ അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസീവ്സും റവന്യൂ റിസീവ്സും എക്സ്പെൻഡിച്ചറും രണ്ടിനും എക്സ്പെൻഡിച്ചറും റവന്യൂ നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻസ് കൊടുക്കണം ഇതിലെല്ലാ പോയിന്റ്സും. ഓക്കെ, സോ അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ എല്ലാം അപ്പൊ ഡിഫറൻസ് എല്ലാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് തന്നെ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, ബെറ്റർ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ബേസിസ് ഓഫ് ഡിഫറൻസ്. ഓക്കെ, അത് ബേസിസ് ഡിഫറൻസ് ഉള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞതാണ്. ഫസ്റ്റ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നോക്കിക്കോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് ഇൻവേർഡ്. എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേർഡ് അക്വയറിംഗ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വാങ്ങാൻ മേടിച്ചിട്ടുള്ളതാണെങ്കിൽ അതെന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ ഇറ്റ് ഈസ് എക്സ്പെൻസ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് എ ഫിക്സഡ് അസറ്റ്. മെയിൻ്റനൻസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ഇതിന്റെ ഡൗട്ട് തോന്നണം. മെയിൻ്റനൻസ് ഓഫ് എ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ക്യാപിറ്റൽ നേച്ചറുള്ളതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. മനസ്സിലാക്കാൻ വ്യക്തമാണ്. സോ ഏണിംഗ് കപ്പാസിറ്റി ഇറ്റ് ഇൻക്രീസ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് അല്ലെ. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എന്താ പറയുക, അതെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും. ബിസിനസിന്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്താണ് ഇതിൻ്റെത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ മെയിൻറ്റെയിനിങ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യുക? റവന്യൂ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഹെൽപ്പ് ദ ഇൻ മെയിൻറ്റെയിനിങ് ദ ഏണിംഗ് കപ്പാസിറ്റി. മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോഴുള്ളൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, നമുക്ക് സമ്പാദിക്കാനുള്ള കപ്പാസിറ്റി. സോ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇഫ് യു വാണ്ട് ഇൻക്രീസ് യുവർ എന്ന് പറയാം, അതാണ് അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഏണിംഗ് കപ്പാസിറ്റി ഇല്ല, മറ്റുള്ള ഏണിംഗ് കപ്പാസിറ്റി കൂടില്ല. ഓക്കെ, അപ്പം അവിടെ ഏണിംഗ് കപ്പാസിറ്റി എന്തായിരിക്കും? ഹെൽപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ഹെൽപ്പ്
പിന്നെ അടുത്താണ് പീരിയോഡിസിറ്റി ബെനിഫിറ്റ്. പീരിയോഡിസിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ബെനിഫിറ്റ്സ് ആർ സ്പ്രെഡ് ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ്. കുറേ കാലം ഒരു അസറ്റ് മേടിക്കുക, അതാണ് ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇതൊക്കെ നേടി വരിക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ അങ്ങനത്തെ എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ ബെനിഫിറ്റ്സ് ഓവർ ഓഫ് ഇയേഴ്സ് ഉള്ളവരാണ് അല്ലെ, കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇറ്റ് ഈസ് ബെനിഫിറ്റ്സ് അക്രൂ ഓൺലി 1 ഇയർ. പക്ഷേ ഈ മെയിൻ്റെനൻസ് ഒക്കെ എത്ര ഉണ്ടാവുള്ളൂ, 1 കൊല്ലത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. അത് അടുത്ത വർഷം വീണ്ടും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കളവ് വർഷം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ. രണ്ടും ചെലവ് തന്നെയാണ്, പക്ഷെ രണ്ട് രൂപത്തിലുള്ള ചെലവ്. നമ്മുടെ എന്താ പറയുക, അസറ്റുകൾ മേടിക്കാനുള്ള ചെലവാണ്, ഫിക്സഡ് അസറ്റ് പോലുള്ള അസറ്റുകൾ മേടിക്കാനുള്ള ചെലവാണെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ നേച്ചറിനും അതുപോലെ അതിന് അസറ്റായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ റവന്യൂ നേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷം ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഒരു വർഷത്തിന്റെ കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും എക്സ്പെൻസ് ഉണ്ടാവുന്നത്. അസറ്റ് എന്ന് പറയുന്നത് അവസാൻ 1 വർഷത്തേക്കുള്ള ഒരു ചെലവാണ്. ഒരു പുതിയ അസറ്റ് മേടിക്കുക എന്ന് പറയുന്നത് എന്താ, ഒരു വർഷത്തിനേക്കാൾ കൂടുതലുള്ള ചെലവിലായിരിക്കും. ഒരു വർഷത്തേക്കാൾ അതിന്റെ ബെനിഫിറ്റ് കൂടുതൽ കാലം കിട്ടില്ലേ. ക്യാപിറ്റലും അടുത്താണ് പ്ലേസ്മെന്റ് ഇൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് ഷോൺ ആസ് ഐറ്റം ആസ് അസറ്റ്. അസറ്റ് ആയിട്ടാണ് എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ. ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആണ്. ഇത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക, മനസ്സിലായോ. ഡെബിറ്റ് സൈഡ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് കാണിക്കുക, അത് ബാലൻസ് ഷീറ്റിലാണ്, മനസ്സിലായോ. കാരണം ഇത് അസറ്റ് ബാലൻസ് ഷീറ്റിൽ ജസ്റ്റ് വേണമെങ്കിൽ പറയാം, ബാലൻസ് ഷീറ്റിൽ നമ്മൾ 3 കാര്യങ്ങളെ കാണിക്കും. എന്തൊക്കെയാണ്, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. പക്ഷെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഇൻകം, റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഈ 3 എവിടെ കാണിക്കുക, റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ജസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ അസറ്റ് ആയതുകൊണ്ട് ഇതെവിടെ കാണിക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിലെ കാണിക്കുക. അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ അവിടെ അതെവിടെ കാണിക്കുക, ഡിഫറൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ. എങ്ങനെ, ഇറ്റ് ഈസ് നോൺ റിക്കറിംഗ് നേച്ചർ. ഇതെന്താ ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കില്ല, റിക്കറിംഗ് നേച്ചർ. പല ടൈംസ് പിന്നെ ഇങ്ങനെ ചെലവുകൾ വന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിൽ തന്നെ പൈസ കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ റെസീവിന്, പൈസ കൊടുക്കുകയാണെങ്കിൽ അതിന് പേയ്മെന്റ് ഉണ്ടാവും. ക്യാപിറ്റൽ പേയ്മെന്റ് വാങ്ങി, ഒരു അസറ്റ് വാങ്ങി, ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങാനുള്ള പേയ്മെന്റ് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അല്ല വാങ്ങി എന്ന് പറയുമ്പോൾ അസറ്റ് വന്നു, ഇവിടുന്ന് പേയ്മെന്റ് പോയി. ഇതെന്താന്ന് അറിയോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങുക എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സംടൈംസ് ഒരു ആൾറെഡി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫിക്സ്ഡ് അസറ്റ് ഞാൻ എന്ത് ചെയ്തു തരാടാ, ഫിക്സ്ഡ് അസറ്റ് ഞാൻ വിറ്റു. ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ, ഇങ്ങനെ വിൽക്കുമ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ്, ഇതിന് നമുക്ക് പൈസ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമല്ലോടാ, ഇതിനെ പറയുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പെൻസ് തരാം. ഓക്കെ, ഈ ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴിയെ ഡിസ്കസ്. അടുത്ത ടോപ്പിക്കാണ്, അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി ഇനി ഇതുമായിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻസ് ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാര്യങ്ങൾ തുടങ്ങിയ ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ സച്ച് ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഫർദർ മോർ. ഓക്കെ, അപ്പൊ അടുത്തതാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണ് ക്യാപിറ്റൽ റവന്യൂ. ഇതിന് മിക്കവാറും ഡിഫറൻസ് ഉണ്ടാവും, ആ ഡിഫറൻസസ് പഠിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടോ നോക്കിക്കോ. ബേസിസ് ഓഫ് എന്താ, സോഴ്സ് receipts that do not arise during the normal process. നോർമൽ ബിസിനസ്സിന് കിട്ടുന്ന പൈസ എല്ലാം ക്യാപിറ്റൽ റെസീപ്റ്റ്. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്, നമ്മൾ എന്തെങ്കിലും കുറെ ഫിക്സ്ഡ് അസറ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ കമ്പനിയിൽ, സോ അതൊക്കെ വെച്ച് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ക്യാപിറ്റൽ ഡെയിലി എപ്പോഴും ഉണ്ടാവുമല്ലോ, ഇല്ല. ഇത് പറയുന്നത് നോർമലായിട്ട് ബിസിനസ്സിൽ നടക്കുന്നതല്ല, നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്നതല്ല എനിക്ക് നമ്മുടെ ക്യാപിറ്റൽ റെസീപ്റ്റ്. റെസീപ്റ്റ്സ് ആർ അറൈസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ്. പിന്നെ റവന്യൂ റെസീപ്റ്റ്സ് വന്നെന്താ, നമുക്ക് കിട്ടുന്ന ചിലവ് കാര്യങ്ങളൊക്കെ, വരുമാനങ്ങളിലെ സെയിലും കാര്യങ്ങളൊക്കെ എന്ത് റെസീപ്റ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ് ആണ്.
nature. These are capital nature. Capital nature ആണ് എന്ത് capital receipts എന്ന് പറയുന്നത്, and hence are not treated as a income of business. ഇത് എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല, വരുമാനമായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇതോ these are the revenue nature is are declared as items of income of business. നമ്മുടെ സെയിൽസ് ഒക്കെ ഏതിൽ വരിക, റവന്യൂ റെസിപ്റ്റ്. പിന്നെ occurrence, these are not occurring nature. ഇതിങ്ങനെ occurrence ആണ് റിപ്പീറ്റ്. ഇതെന്താ നോൺ റിക്കറിങ് ആണ്, എന്ത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. മറ്റേതെന്താണ് റെക്കറിങ്. റെക്കറിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സെയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്യാപിറ്റൽ ഈ അസറ്റ് വിൽക്കുക, അതുപോലെ തന്നെ ക്യാപിറ്റൽ കൊണ്ടുവരിക, അതൊക്കെ റെസിപ്റ്റ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാപിറ്റലായിട്ട് റിലേറ്റുള്ള ക്യാപിറ്റൽ ആണ്. അത് എപ്പോഴും ഉണ്ടാവില്ല, വല്ലപ്പോഴും ഉണ്ടാവും. ക്യാപിറ്റൽ ഇങ്ങനെ എല്ലാ മാസം കൊണ്ടുവരും, എവിടെയെങ്കിലും ഒരു സാധനം. അപ്പൊ അതാണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ബ്ലൈഡായിട്ടൊക്കെ സോ അപ്പൊ അത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും നമ്മൾ കറക്റ്റായിട്ട് ഇതിലേക്ക് ഒന്നുകൂടെ കേൾക്കണം, കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റ് ഒക്കെ വളരെ ക്ലിയർ ആണെന്ന്. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ ശരിക്കും ഫൈനാൻഷ്യൽ ഇതിലൂടെ സീരിയസ് ആയിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലൂടെ നമ്മൾ കിടക്കും. സോ ലിറ്റിൽ മോർ സബ്ജക്റ്റ്. അപ്പൊ നോക്കിക്കോ, അതിന് ഫസ്റ്റ് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു തുടക്കമാണ് ട്രേഡിംഗ് ആണ്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ട്രേഡിംഗ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഒന്നല്ലേ നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാകും, എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനാണ് പി ആൻഡ് എൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പി ആൻഡ് എൽ അതെന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ശരിക്കും അതിന്റെ ഫുള്ള്. പക്ഷെ പി എൻ എൽ ആൻഡ് എൻ എൽ ലോസ് എന്നൊക്കെയാണ് പി എൻ എൽ. യെസ്. അപ്പൊ നോക്കിക്കോ, ലെറ്റ്സ് സ്റ്റഡി ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. ചില മിക്കവാറും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പി എൻ എല്ലും ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, പി എൻ എല്ലും ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് രണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാക്കി തന്നെയാണ് ഈ പി എൻ എൽ എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാക്കിയാണ് ആര്, പി എൻ എൽ. പക്ഷെ എന്നാലും അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ അതെന്താണെന്ന് നോക്കിക്കോ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ, നമുക്കത് നോക്കാം. ട്രേഡിംഗ്, എ ബിസിനസ് ഫേം either purchase goods from others and sell them or manufacture sell them on profit. ഒരു കാര്യം ഉണ്ടാവും, രണ്ട് ടൈമോ. ഒന്നല്ലെങ്കിൽ ഒരാളെ തന്നെ മേടിച്ചിട്ട് മറ്റൊരാൾക്ക് വിൽക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മാനുഫാക്ചർ വിൽക്കും. ഓക്കെ, അങ്ങനെയല്ല, എന്നിട്ട് അതിൽ പ്രോഫിറ്റ് ഉണ്ടാവും. ദീസ് ആർ നോൺ ആസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഇനിയിപ്പോൾ സർവീസ് ആണെന്നുണ്ടെങ്കിലും ആ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി. ഇതാണ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ട്രേഡിംഗ് വരുന്നത്. അപ്പോൾ a statement is prepared to know results of the profit or loss of these activities called trading. അപ്പൊ നോക്കടാ, ഈ ഒരു ട്രേഡിങ്ങിന്റെ നമ്മൾ ഈ ട്രേഡ് മേടിക്കുക വിൽക്കുക ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു വിൽക്കുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ്. ശ്രദ്ധിച്ച് പഠിക്കുന്നത് ഒരു ബിസിനസ് എന്ത് മാത്രം, ബാക്കി ഒന്നും വേണ്ട. ഓക്കെ, വാങ്ങാ വിൽക്കുക അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, ഈ രണ്ട് കാര്യത്തിനും വേണ്ടി മാത്രം. ബാക്കി ഒരു എക്സ്പെൻസ് ഇല്ല, റെന്റില്ല, മറ്റില്ല സാലറി ഒന്നുമില്ല. വാങ്ങാ വിൽക്കുക എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ഉണ്ടായത് ലോസ് ആണോ ഉണ്ടായത് എന്നതിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ അതിന് പ്രോഫിറ്റ് ആണോ കിട്ടിയത് ലോസ് ആണോ കിട്ടിയത് എന്നതിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. നിങ്ങൾ ഇതൊക്കെ വായിക്കണം കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വായിക്കണമെങ്കിൽ വെരി വെരി ബെറ്റർ.
അപ്പൊ നോക്കിക്കോ, നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് കിട്ടുന്നതിന് പറയുന്ന പേരാണ്, ചിലപ്പോൾ പ്രോഫിറ്റ് ഇട്ട് തരും. അതിന് നമ്മൾ എന്തായാലും ഇപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. കാരണം പ്രോഫിറ്റിനോടെ പല പല രൂപത്തിലുള്ള പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇതിന് ഓരോന്ന് ചെയ്തിട്ട്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന് നമുക്ക് കിട്ടുന്നതിന് പറയുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്താ, ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എഴുതി, ഗ്രോസ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയാ ഫോർമാറ്റിലോട്ടൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അത് നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫോർമാറ്റ് ഇവിടെ ഇൻവെസ്റ്റേഷൻ മാത്രം ഇപ്പൊ നോക്കിക്കോ, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് കിട്ടും. സോ അപ്പൊ നോക്കിക്കോ ഇനി, അപ്പൊ എന്തൊക്കെ ഇതിൽ ഓരോ ടേംസുകൾ വരും. ഫസ്റ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്താ മനസ്സിലായല്ലോ? ഇതിന്ന് കിട്ടുന്ന നമ്മുടെ എന്താ പറയുന്ന ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്ന് കിട്ടുന്ന ഇതിനെ പറഞ്ഞ പോലെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ലോസ് ആണെങ്കിൽ ലോസ്. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? വിറ്റ വിലയുടെ ഇത്, അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പിന്നെ നമ്മൾ കുറെ സാധനങ്ങൾ വിറ്റിട്ടുണ്ടാവും അല്ലെ, കുറെ കാരണം സെയിൽ ചെയ്തിട്ടുണ്ടാവും. സെയിലിന്റെ പാർട്ടാണ് സോൾഡ്. സോ ആ സെയിൽ ചെയ്തതിന്റെ നമുക്ക് ഈ സെയിൽ, ഇപ്പൊ സപ്പോസ് നമ്മൾ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്, കാട്ടവറ എന്തായാലും ഇത് ഞാൻ വിറ്റത് 100 രൂപക്കാണ്. പച്ചമുളക് ഞാൻ വിറ്റത് 100. പക്ഷെ ഈ 100 രൂപക്ക് മേടിച്ച ഈ സാധനം ഞാൻ വാങ്ങിയത് വേറെ ഒരാൾക്ക് വാങ്ങിയിട്ടാണല്ലോ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ 50 രൂപ. അപ്പൊ 50 രൂപയുടെ സാധനം ഞാൻ എത്ര രൂപക്ക് വിറ്റു? 100 രൂപ. അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അത് വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്ന എന്റെ ചെലവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് ആൾറെഡി പറഞ്ഞത്. ട്രേഡിംഗ് ഉണ്ട്, ഡയറക്റ്റ് ഓപ്പറേഷനുള്ള കോസ്റ്റ് ആണ് ഈ ഗ്രോസ് പ്രോഫിറ്റ്. എ ബിസിനസ് എന്റർപ്രൈസ് എയ്തർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ മാനുഫാക്ചറിംഗ് ഗുഡ്സ്, അല്ലെങ്കിൽ നമ്മൾ സാധനം മേടിച്ചിട്ട് വിൽക്കും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഉണ്ടാക്കും. ടു സെൽ ഇൻ മാർക്കറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എന്താ? ഓഫ് ഇൻക്ലൂഡ് ലോസ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയും. ദിസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ബിസിനസ് എടുക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് അറിയാൻ എന്ത് പറയും? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ലോസ് ആണെങ്കിൽ ഗ്രോസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതി പറഞ്ഞിട്ടുണ്ട്. എന്താ ഗ്രോസ് ഓഫ് ഗുഡ്സ് സോൾഡ്? ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് പർച്ചേസ്. എത്ര രൂപയ്ക്ക് ആ സാധനം വരും? സപ്പോസ് നമ്മൾ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ വരും? എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻ ബ്രിങ് ടു ദ ഗുഡ്സ്. ഇതൂടെ വരും. ഏതിവിടെ? ഒന്ന് ആ സാധനം മേടിച്ചതിന്റെ വില. രണ്ടാമത്തെ ഒരു കാര്യം വരും, എക്സ്പെൻസ് ഇൻക്ലൂഡ് ടു ബ്രിങ്. എന്താ? ഇപ്പൊ സപ്പോസ് നമ്മൾ ആ സാധനം കൊണ്ടുവരാൻ മതി, നമ്മൾ ലോറിയിലെ കൊണ്ടുവരാം. എന്നുവെച്ചാൽ ലോറിക്ക് ഒരു ചാർജ് വരില്ലേ, അങ്ങനെ പറയുന്ന പേരാണ് പ്രൈസ്. എന്ന് പറയുന്ന പേരാണ് പ്രൈസ്. ആ പ്രൈസ് അല്ലെങ്കിൽ ബാറ്റ എന്നൊക്കെ പറയും. അപ്പൊ ആ പ്രൈസും ബാറ്റയ്ക്ക് ഏതിൽ വരുന്നതാണ്? അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ്. ഓക്കെ, അപ്പൊ അതുകൂടെ ഏതിൽ വരും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, in the case of there is a stock of goods sold in the beginning of the year, at the end of the year, cost of goods sold as follows. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക്, ഒരു വർഷത്തിന്റെ തുടക്കത്തിലുള്ള സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് എത്ര ചെയ്തു പ്ലസ് ആൾ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് കൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും ഞാൻ പറഞ്ഞത്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞില്ലടാ, ഈ എക്സ്പെൻസ് ഇൻഗോട്ട് ടു ബ്രിങ്, അതായത് കൊണ്ടുവരാനുള്ള ചെലവ്. അതായത് ഈ പർച്ചേസുമായിട്ട് എന്തെങ്കിലും, പർച്ചേസുമായിട്ട് മാത്രം വേറെ ഒന്നുമില്ല, പർച്ചേസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ആ സാധനം ഇങ്ങോട്ട് എത്തിക്കാനുള്ള ചെലവ് മൈനസ് പ്രോഫിറ്റ്. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ്. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആണ്. നെറ്റ് സെയിൽസ് നമുക്ക് ആകുന്നുണ്ട് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒരു റഫായിട്ട് നമുക്ക് ഇൻവെസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ പറയുന്ന ഇതിൽ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് നോക്കിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്? 10,000. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്?
10,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്? 8,000 ഉണ്ട്. പർച്ചേസ് എത്ര ഉണ്ട്? 80,000 ഉണ്ട്. ക്യാരേജ് ഓൺ പർച്ചേസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ക്യാരേജ് എന്ന് പറയുന്നത് ആ സാധനം ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവാണ് ഈ ക്യാരേജ്. അതുപോലെ തന്നെ വെയ്ജ് എത്ര ഉണ്ട്? വെയ്ജും ഡയറക്റ്റ് എക്സ്പെൻസ്. കാരണം വെയ്ജ് എന്ന് പറയുന്നത് എന്താ? അപ്പോൾ സപ്പോസ് മിക്കവാറും ആ സാധനം കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കേണ്ടത്, അതായത് സാധനം ഇറക്കിയേക്കാണല്ലോ, അതൊക്കെ വെയിറ്റ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണുന്നത് നോക്കിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം അല്ലെ? ഇക്വേഷൻ മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. എന്താ ഇക്വേഷൻസ് ആണ്? ഫസ്റ്റ് എന്താ? കോസ്റ്റ് ഓഫ് കോസ്റ്റ്, എത്ര ചെലവായിരിക്കും. എന്താ കോസ്റ്റ് ഓഫ് കോസ്റ്റ്? എങ്ങനെ കാണാം? നമുക്ക് ഇവിടെ കാണാം. കോസ്റ്റ് ഓഫ് ഇവിടെ ഉണ്ട്, ഇവിടെ സെൻറ്റർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്ര രൂപയ്ക്കാണ് സാധനം വെക്കുന്നത്? ഫസ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്തായിരുന്നു ഇക്വേഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് ആൾ ഡയറക്റ്റ് എക്സ്പെൻസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര? ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. ഓക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ്. പർച്ചേസ് എത്ര? 80,000. പിന്നെ ആൾ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്താ പറഞ്ഞു? ഒന്ന് പറയുന്ന സാധനം കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് എത്ര? 2,000 പ്ലസ് നെറ്റ് വെയ്ജ് എത്ര? 6,600. അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഡയറക്റ്റ് ആ പർച്ചേസ് ഇത് സാധനം നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്, നമ്മൾ ആ സാധനം കൊണ്ടുവരാനുള്ളത്. പിന്നെ എന്താ പറയുക, വെയ്ജ് പറയുന്നത് ജസ്റ്റ് എന്താണ്, എന്താ പറയാ, നമുക്ക് ആ സാധനം ഇറക്കി വെക്കാനുള്ള ചിലവ്, അതും ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ അതും ആഡ് ചെയ്തു. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരുന്നത്? 8,000. ഇത് ചെയ്ത് നോക്കുക, എത്ര വരും? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 90,000. 92,000 അല്ലേ? 92,000 6,000 98,600 മൈനസ് 8,000. 90,600 വരും. ഇതാണ് കോസ്റ്റ് ഓഫ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആണ്. അവിടെ സെയിൽ വന്നിട്ടുണ്ടടാ, സെയില്. അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് സോൾഡ് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലോ. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് സോൾഡ് കണ്ടു 90,000. അപ്പൊ ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് സോൾഡ് കാണുന്നത്. ഇനിയിപ്പോ സെയിൽ എമൗണ്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ സെയിൽ എമൗണ്ടിൽ കോസ്റ്റ് ഓഫ് സോൾഡ് കുറച്ച്. അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു എന്ത് പറയുന്നത്, ഇവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ബാക്കി നോക്കണം, ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണെന്ന് ചെയ്യാൻ മനസ്സിലാകണം. So that's for today. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So that's for today.